ഒരു എക്സൽ വർക്ക് ബുക്കിലെ മൾട്ടിപ്പിൾ വർക്ക്ഷീറ്റുകളുള്ള ഡേറ്റ. മൾട്ടിപ്പിൾ വർക്ക്ഷീറ്റ്സ് എന്ന് പറയുമ്പോൾ അത് 5, 10, 50, 100 വർക്ക്ഷീറ്റുകളാകാം. അത്രയും വർക്ക്ഷീറ്റുകളുള്ള ഡേറ്റ വളരെ പെട്ടെന്ന് ഒരൊറ്റ വർക്ക്ഷീറ്റിലേക്ക് കമ്പൈൻ ചെയ്തെടുക്കാനുള്ള ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇവിടെ ഡേറ്റ കമ്പൈൻ ചെയ്യാനായിട്ട് പവർ ക്വറി എന്ന ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പവർ ക്വറി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മാർക്ക് ലിസ്റ്റ് എന്ന ഈ എക്സൽ വർക്ക് ബുക്ക് നോക്കുക. ഇവിടെ 4 വർക്ക്ഷീറ്റുകൾ കാണാം. വയലറ്റ്, ഇൻഡിഗോ, ഗ്രീൻ, ബ്ലൂ എന്നിങ്ങനെ 4 ഗ്രൂപ്പുകളുള്ള 40-ലധികം ആളുകൾ അവരുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എക്സാംസിന് നേടിയ സ്കോറുകളാണ് ഈ വർക്ക്ഷീറ്റുകളിലുള്ളത്. ഇനി ഈ 4 വർക്ക്ഷീറ്റുകളുള്ള ഡേറ്റ ഒരൊറ്റ വർക്ക്ഷീറ്റിലേക്ക് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ആദ്യം പുതിയൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു. ഫയൽ ടാബിൽ പോവുക, ബ്ലാങ്ക് വർക്ക് ബുക്ക്. ഈ വർക്ക് ബുക്കിനെ നമുക്ക് ഇഷ്ടമുള്ള പേരിൽ ഇഷ്ടമുള്ള ലൊക്കേഷനിൽ സേവ് ചെയ്യാനായിട്ട് F12 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. സേവ് ആസ് എന്നൊരു ഡയലോഗ് ബോക്സ് വന്നു. ഈ വർക്ക് ബുക്ക് ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുക. അതിനുവേണ്ടി ഡെസ്ക്ടോപ്പ്, ഫയൽ നെയിമിന് നേരെ നമുക്ക് ഇഷ്ടമുള്ള പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സേവ്. കമ്പൈൻ ഡേറ്റ എന്ന പേരിൽ ഈ വർക്ക് ബുക്ക് ഈ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യപ്പെട്ടാൽ കാണാം. തിരിച്ച് വർക്ക് ബുക്കിൽ വരിക. ഇനി മാർക്ക് ലിസ്റ്റ് എന്ന വർക്ക് ബുക്കിലെ എല്ലാ വർക്ക്ഷീറ്റുകളിലുമുള്ള ഡേറ്റ ഈ വർക്ക് ബുക്കിലെ ഒരൊറ്റ വർക്ക്ഷീറ്റിലേക്ക് കമ്പൈൻ ചെയ്യാനായിട്ട് ഡേറ്റ ടാബിൽ പോവുക. ഗെറ്റ് ഡേറ്റ ഫ്രം ഫയൽ, ഫ്രം എക്സൽ വർക്ക് ബുക്ക്. ഇമ്പോർട്ട് ഡേറ്റ എന്നൊരു ഡയലോഗ് ബോക്സ് വന്നു. ഈ ഡയലോഗ് ഉപയോഗിച്ചിട്ട് ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന എക്സൽ ഫയൽ സെലക്ട് ചെയ്യുക. മാർക്ക് ലിസ്റ്റ് എന്ന ഈ വർക്ക് ബുക്കിലാണ് ഡേറ്റ ഉള്ളത്. വർക്ക് ബുക്ക് സെലക്ട് ചെയ്യുന്നു. ഇമ്പോർട്ട്. വീണ്ടും നാവിഗേറ്റർ എന്നൊരു ഡയലോഗ് വന്നു. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത എക്സൽ വർക്ക് ബുക്കിലെ എല്ലാ വർക്ക്ഷീറ്റുകളുടെയും പേരുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. ഇതിലേതെങ്കിലും ഒരു പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക്ഷീറ്റിലുള്ള ഡേറ്റയുടെ പ്രിവ്യൂ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. ബ്ലൂ എന്ന വർക്ക്ഷീറ്റിലുള്ള ഡേറ്റയുടെ പ്രിവ്യൂ ആണ് ഈ കാണുന്നത്. ഇനി ഈ കാണുന്നവയിൽ ഏതെങ്കിലും ഒരു വർക്ക്ഷീറ്റ് നെയിം സെലക്ട് ചെയ്യുക. ട്രാൻസ്ഫോം ഡേറ്റ. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത വർക്ക്ഷീറ്റിലെ ഡേറ്റ എക്സലിൻ്റെ പവർ ക്വറി എഡിറ്ററിലേക്ക് ലോഡ് ചെയ്യപ്പെട്ടാൽ കാണാം. എന്നാൽ ഈ ഒരു വർക്ക്ഷീറ്റിലെ മാത്രമല്ല, എല്ലാ വർക്ക്ഷീറ്റുകളുടെയും ഡേറ്റ നമുക്ക് വേണം. അതിനുവേണ്ടി ഇവിടെ റൈറ്റ് സൈഡിലുള്ള ക്വറി സെറ്റിംഗ്സ് എന്ന ടാസ്ക് പെയിനിൽ അപ്ലൈഡ് സ്റ്റെപ്സിൽ നിന്നും അവസാനത്തെ 3 സ്റ്റെപ്പുകൾ ഡിലീറ്റ് ചെയ്യാം. മാർക്ക് ലിസ്റ്റ് എന്ന വർക്ക് ബുക്കിലെ എല്ലാ വർക്ക്ഷീറ്റുകളുടെയും പേരുകൾ നെയിം എന്ന കോളത്തിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. ഡേറ്റ എന്ന രണ്ടാമത്തെ കോളത്തിൽ ഈ വർക്ക്ഷീറ്റുകളിലെ ഡേറ്റ ടേബിളുകളാണുള്ളത്. ഇൻഡിഗോ എന്ന വർക്ക്ഷീറ്റിലെ ഡേറ്റ ടേബിളാണ് ഈ കാണുന്നത്. ബ്ലൂ. ഡേറ്റ കമ്പൈൻ ചെയ്യാനായിട്ട് ആദ്യത്തെ 2 കോളങ്ങൾ മാത്രം മതി നമുക്ക്. മറ്റുള്ള കോളങ്ങൾ ഒഴിവാക്കാനായിട്ട് ഒഴിവാക്കേണ്ടുന്ന കോളങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത കോളങ്ങളെ ഏതെങ്കിലും ഒരു കോളത്തിൻ്റെ കോളം ഹെഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റിമൂവ് കോളംസ്. ഇനി ഡേറ്റ എന്ന കോളത്തിലുള്ള ഡേറ്റ ടേബിളുകൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കോളം ഹെഡറിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പാൻഡ്. യൂസ് ഒറിജിനൽ കോളം നെയിം ആസ് പ്രിഫിക്സ് എന്ന ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യുന്നു. ഓക്കെ. മാർക്ക് ലിസ്റ്റ് എന്ന വർക്ക് ബുക്കിലെ എല്ലാ വർക്ക്ഷീറ്റുകളുടെയും ഡേറ്റ ഈ ഒരൊറ്റ ടേബിളിലേക്ക് വന്നാൽ കാണാം. ഇനി റിപ്പീറ്റ് ചെയ്ത് വരുന്ന കോളം ഹെഡേഴ്സ് നമുക്ക് ഒഴിവാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ വരിയെ ഈ ടേബിളിൻ്റെ കോളം ഹെഡേഴ്സ് ആക്കി മാറ്റാനായിട്ട് ഹോം ടാബിൽ യൂസ് ഫസ്റ്റ് റോ ആസ് ഹെഡേഴ്സ്. ഇനി കാണുന്ന ഏതെങ്കിലും ഒരു കോളത്തിൻ്റെ ഫിൽറ്റർ ഹെഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന വാല്യൂസിൽ നിന്ന് കോളം ഹെഡറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റിന് നേരെയുള്ള ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യാം. ഓക്കെ. ഇവിടെ റിപ്പീറ്റ് ചെയ്തിരുന്ന കോളം ഹെഡേഴ്സ് ഒഴിവാക്കപ്പെട്ടത് കാണാം. ഇവിടെ ഇപ്പോൾ ആദ്യത്തെ കോളത്തിലുള്ളത് വർക്ക്ഷീറ്റുകളുടെ പേരുകളാണ്. ഈ കോളം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കോളം ഹെഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പക്ഷേ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഈ കോളം ഞാൻ ഒഴിവാക്കുന്നില്ല. മറിച്ച് കോളം ഹെഡറിനെ റീനെയിം ചെയ്യാനായിട്ട് കോളം ഹെഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഗ്രൂപ്പ് എന്ന് പേര് കൊടുക്കുന്നു. എൻ്റർ. ഇനി ഈ കാണുന്ന ഡേറ്റ ഒരു എക്സൽ വർക്ക്ഷീറ്റിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ഹോം ടാബിൽ ക്ലോസ് ആൻഡ് ലോഡ്. നോക്കുക, മാർക്ക് ലിസ്റ്റ് എന്ന വർക്ക് ബുക്കിലെ വയലറ്റ്, ഇൻഡിഗോ, ഗ്രീൻ, ബ്ലൂ എന്നീ വർക്ക്ഷീറ്റുകളുള്ള ഡേറ്റ
ഒരൊറ്റ വർക്ക്ഷീറ്റിലേക്ക് കമ്പൈൻ ചെയ്യപ്പെട്ടാൽ കാണാം. 47 റോസ് ലോഡഡ്. ഈ ഫിൽറ്റർ ഹെഡുകൾ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേബിൾ ഡിസൈൻ എന്ന ടാബിൽ നിന്ന് ഫിൽറ്റർ ബട്ടണിന് നേരെയുള്ള ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യാം. കഴിഞ്ഞില്ല. മാർക്ക് ലിസ്റ്റ് എന്ന ഈ വർക്ക് ബുക്കിലേക്ക് പുതിയതായിട്ട് ഡേറ്റ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ നോക്കുക. മറ്റൊരു വർക്ക് ബുക്ക്, അഡീഷണൽ ഡേറ്റ എന്ന ഈ വർക്ക് ബുക്കിൽ യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നീ ഗ്രൂപ്പുകളിലുള്ള കാൻഡിഡേറ്റ്സിൻ്റെ സ്കോറുകൾ കാണാം. ഇനി ഈ കാണുന്ന 3 വർക്ക്ഷീറ്റുകൾ മാർക്ക് ലിസ്റ്റ് എന്ന വർക്ക് ബുക്കിലേക്ക് കോപ്പി ചെയ്യുന്നു. അതിനുവേണ്ടി വർക്ക്ഷീറ്റുകൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, മൂവ് കോപ്പി. ഏത് വർക്ക് ബുക്കിലേക്കാണോ വർക്ക്ഷീറ്റുകൾ കോപ്പി ചെയ്യേണ്ടത് ആ വർക്ക് ബുക്ക് സെലക്ട് ചെയ്യുക, മാർക്ക് ലിസ്റ്റ്, മൂവ് ടു എൻഡ്, ക്രിയേറ്റ് എ കോപ്പി. ഓക്കെ. നോക്കുക, മാർക്ക് ലിസ്റ്റ് എന്ന വർക്ക് ബുക്കിലേക്ക് യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നീ വർക്ക്ഷീറ്റുകൾ കൂടി ആഡ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ ടേബിളിൽ 4 വർക്ക്ഷീറ്റുകളിൽ നിന്നുള്ള 47 റെക്കോർഡ്സ് ആണുള്ളത്. ഈ ടേബിളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റിഫ്രഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കാൻ നോക്കാം. മാർക്ക് ലിസ്റ്റ് എന്ന വർക്ക് ബുക്കിലേക്ക് പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്ത 3 വർക്ക്ഷീറ്റുകളുള്ള ഡേറ്റ കൂടി ഇങ്ങോട്ടേക്ക് വന്നാൽ കാണാം. യെല്ലോ, ഓറഞ്ച്, റെഡ്. അതായത് പല വർക്ക്ഷീറ്റുകളുള്ള ഡേറ്റ കമ്പൈൻ ചെയ്യുന്നതിനോടൊപ്പം ആ പ്രോസസ്സിനെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തു. പവർ ക്വറിക്ക് പുറമെ VB ഉപയോഗിച്ചിട്ടും പൈത്തൺ ഉപയോഗിച്ചിട്ടും മൾട്ടിപ്പിൾ വർക്ക്ഷീറ്റ്സിലുള്ള ഡേറ്റ നമുക്ക് കമ്പൈൻ ചെയ്യാൻ സാധിക്കും. ആ മെത്തേഡ്സിനെ കുറിച്ച് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.